ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളേക്കാൾ പല സമയങ്ങളും വേദനാജനകമാണ് ഹൃദയാന്തർഭാഗത്ത് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന മുറിവുകൾ. ആത്മീക ലോകത്ത് ഇങ്ങനെ മുറിവേറ്റവരായി വേദനപ്പെട്ടവരായി ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പ്രാർത്ഥന സമൂഹങ്ങളിലും ആത്മീക കൂട്ടായ്മകളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൊണ്ട് പ്രാർത്ഥന നിർത്തിക്കളഞ്ഞവർ, ഇനിയും ദൈവവചനം വായിക്കുന്നില്ല, ഇനിയും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറിപ്പോയവർ, ഇങ്ങനെ ഒത്തിരി ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഒരു റിയാലിറ്റിയാണ്. എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോടിത് പങ്കുവെക്കുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മുറിവേൽപ്പിച്ചവർ, നമ്മളെ കുത്തിയവർ, നമുക്കെതിരെ അപവാദം പറഞ്ഞവർ, ഒരു കാര്യവുമില്ലാതെ നമ്മളെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നവർ, പതനം കാണാനിരിക്കുന്നവർ, ഇത് ജോലി മേഖലകളിലും സഭകളിലും ആത്മീക കൂട്ടായ്മകളിലും പ്രാർത്ഥനകളിലുമെല്ലാം സർവ്വസാധാരണമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്? കണ്ടാൽ മിണ്ടാത്തവർ, കൈ കൊടുക്കാത്തവർ, ഒന്ന് പുഞ്ചിരിക്കാത്തവർ, അങ്ങനെ ആത്മീകർ എന്നുള്ള ലേബലിൽ പോകുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യത്തെ നേരിടാനായിട്ട് പറ്റും? പലരും ഈ കാര്യത്തിൽ നമ്മളോട് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ അല്പസമയങ്ങൾ ദൈവവചന ധ്യാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു റിയാലിറ്റിയാണ്. അതായത് നമ്മളിത് തിരിച്ചറിഞ്ഞാലേ പറ്റൂ. ഇതുണ്ട്, ഇത് ഉള്ള കാര്യമാണ്. കാരണം പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. സ്വന്തം ജനത്തിൽ നിന്ന് പോലും അവരുടെ ശുശ്രൂഷകൾ നിമിത്തമായി അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്, അവരെ അംഗീകരിക്കാത്തവരുണ്ട്. യിരെമ്യാവിനെ എടുത്തു നോക്കിക്കോ, യെഹെസ്കേലിനെ എടുത്തു നോക്കിക്കോ, ആരെയും എടുത്തു നോക്കിക്കോ, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്കിതൊക്കെ തന്നെ കാണാനായിട്ട് പറ്റും. എന്തിനേറെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഭവം പോലും ഇത് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പതനം സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖല ഞാൻ നിങ്ങളോട് പറയാം. അത് നമ്മൾ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ആത്മിക ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? വളരെ വേഗം ഈ തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 35-ാം സങ്കീർത്തനം ഞാൻ വായിച്ച് ചിന്തിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ അതിൻ്റെ അകത്ത് 14 കാര്യങ്ങൾ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. 14 കാര്യങ്ങൾ. നിങ്ങൾ ഈ വീഡിയോയുടെ ടൈറ്റിലിൽ നിങ്ങൾ കണ്ടു കാണും. ഈ ഉപദ്രവിച്ച് കുന്തം കൊണ്ട് കുത്തി, പിന്നിൽ നിന്ന് കുത്തി ഉപദ്രവിക്കുന്നവർ. ശരിക്കും ആ വാക്കുകൾക്ക് അപ്പുറത്ത് വിവരണാതീതമായ കഷ്ടതയാണ് ദാവീദ് അനുഭവിച്ചത്. ഇനിയും അദ്ദേഹം അനുഭവിച്ച ആ കഷ്ടതകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. കാരണം ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ചിലർക്ക് വേണ്ടി ഉപവസിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വിടുതലിനു വേണ്ടി ഞാൻ ഇടിവിൽ നിന്നു ദൈവസന്നിധിയിൽ, എന്നിട്ട് പോലും എന്നെ അവർ ഒരു ശത്രുവിനെ പോലെയാണ് കരുതിയത്. എത്ര കറക്റ്റായ ഒരു കാര്യമാണില്ലേ? കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരുടെ കുടുംബം വിടുവിക്കപ്പെടുവാൻ, അവരുടെ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ. പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് പോകുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഒത്തിരി വേദനയായിരുന്നു ഹൃദയത്തിൽ, പക്ഷെ ഇപ്പം ഒരു വേദനയില്ല. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കി, ഈ സത്യത്തെ തിരിച്ചറിഞ്ഞു. നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? നമുക്ക് വളരെ വേഗത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക് പോകാം. ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ ആത്മാർത്ഥതയും സത്യസന്ധതയും ദൈവസന്നിധിയിലെ നിർമ്മലതയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ദൈവം മുമ്പാകെ നീതിയുള്ളവരാണെങ്കിൽ നമ്മുടെ നീതിക്ക് ദൈവം നമുക്ക് പ്രതിഫലം തരും. കാലങ്ങളിൽ ദൈവം അത് തെളിയിക്കും. 35-ാം സങ്കീർത്തനത്തിൽ നിന്ന്
അതിവേഗം ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചനം കേൾക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോവുക. കാരണം ഈ 35-ാം സങ്കീർത്തനത്തിലെ ദാവീദിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ മണിക്കൂറുകൾ ചിന്തിച്ച് ധ്യാനിക്കേണ്ടുന്ന വാക്കുകളാണ്. കാരണം അസാധാരണമായ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഞാൻ ആ 14 കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ തിരുവചന ശുശ്രൂഷ ആത്മീക ബലം പ്രാപിക്കാനും പ്രത്യാശ വർദ്ധിക്കുവാനും നിരാശകളും മടുപ്പുകളും വേദനകളുമെല്ലാം എടുത്തു കളഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയോട് ഒന്നുകൂടെ അടുത്തു വരുവാനും നമുക്കിടയാക്കി തീർക്കട്ടെ. വളരെ വേഗത്തിൽ അതിലേക്ക് പോകാം. ഞാൻ ഈ 35-ാം സങ്കീർത്തനത്തിൻ്റെ റെഫറൻസുകളൊന്നും ഞാൻ പറയുന്നില്ല, അതായത് വാക്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം നമുക്ക് പോകും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒരു ബൈബിൾ എടുത്തു വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വായിക്കുക. ഇതിൻ്റെ പശ്ചാത്തലവും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ പശ്ചാത്തലം വ്യക്തമല്ലെങ്കിലും ശൗല് ദാവീദിനെ പിന്തുടർന്നപ്പോൾ, ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം എഴുതിയൊരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. വ്യത്യസ്തമായ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. പോകട്ടെ, 14 കൂട്ടം കാര്യങ്ങൾ. ഒന്നാമത്തേത് വാദിക്കുന്നവർ. ദാവീദ് പറയുക, യഹോവേ എന്നോട് വാദിക്കുന്നവർ. രണ്ടാമത് പൊരുതുന്നവർ. സത്യമല്ലേ, നമുക്ക് വേണ്ടി നമുക്കെതിരെ വാദിക്കുന്ന ആളുകളുണ്ട്, അപവാദം പറയുന്നവരുണ്ട്, പൊരുതാൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ ദാവീദിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താ? അഭിഷേകം ചെയ്യപ്പെട്ട് ഇസ്രായേലിൻ്റെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദിനെ കുത്താൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരാത്മീക മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഈ യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നതിന് ശേഷമാണ് ശൗല് ദാവീദിനെ കുത്താൻ ശ്രമിച്ചത്. ഒരു യഥാർത്ഥ ആത്മീകൻ ഒരിക്കലും വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാവിഷ്ഠാണക്കാരെക്കുറിച്ച് പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവ് ശാന്തതയുടെ ആത്മാവാണ്, സമാധാനത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവർ, കുത്തുന്നവർ, ഈ പുറകെ നടന്ന് പിന്തുടരുന്നവർ, ഇവരിലൊന്നും വ്യാപരിക്കുന്ന ആത്മാവ് ശരിയല്ല. അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അവർ പ്രസംഗിക്കുന്നവരായിരിക്കും, അവർ ശുശ്രൂഷകന്മാരായിരിക്കും, അവർ ആത്മീക നേതൃനിരയിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ അവരിലൊന്നും വ്യാപരിക്കുന്ന ആത്മാവ് ശരിയല്ല, അവരുടെ മാനസാന്തരം ശരിയല്ല, അവരുടെ ഉള്ളി ശരിയല്ല. കാരണം യഥാർത്ഥമായ ഒരു ദൈവ പൈതലിന് ഒരാളെ പോലും മുറിവേൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സമ്മതിക്കത്തില്ല. അതുതന്നെയാണ് കാരണം. അത് ശാന്തതയുടെ ആത്മാവാണ്. ഓക്കെ, വേഗത്തിൽ പോകാം. 1, വാദിക്കുന്നവർ. രണ്ടാമത്തേത് പൊരുതുന്നവർ. മൂന്നാമത്തേത് പിന്തുടരുന്നവർ. ഞാൻ റെഫറൻസുകളൊന്നും പറയുന്നില്ല, ശ്രദ്ധിക്കുക. പിന്തുടരുന്നവർ എന്ന് പറഞ്ഞാൽ വിടത്തില്ല. ഒരു കാര്യം കിട്ടി അവർ വിടത്തില്ല. അവർ പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പഴയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. ക്ഷമിക്കാൻ അവർക്ക് പറ്റില്ല. ഒരുത്തൻ്റെ പതനം കാണുന്നത് വരെ പുറകെ നടന്ന് പിന്തുടരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശത്രുവിൻ്റെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നാം വിശ്വസ്തയോടെ നിന്നാൽ പിന്തുടരുന്നവർ പിന്തുടരട്ടെ, പുറകെ വരട്ടെ. ഇല്ലേ, പിശാചിൻ്റെ ഒരു സ്വഭാവമാണ് ഈ പിന്തുടരുന്ന സ്വഭാവം. ഭർവോൻ്റെ സ്വഭാവമാണ് പിന്തുടരുന്ന സ്വഭാവം. ഇല്ലേ, വിട്ടയച്ച ശേഷം ഇസ്രായേലിനെ പിന്തുടർന്നെന്ന, പക്ഷെ ചെങ്കടലിൽ അവൻ്റെ നാശം സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറക്കാനായിട്ട് പാടില്ല. 3. നാലാമത്തേത് ജീവഹാനി വരുത്താൻ നോക്കുന്നവർ. ഇല്ലേ, നിങ്ങളൊന്ന് നോക്കിക്കേ, കൊല്ലാൻ ശ്രമിക്കുന്നവർ. ഇതൊക്കെ എന്തൊരാത്മാവാണ്? കൊല്ലാൻ ശ്രമിക്കുന്നവർ. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ ഇല്ലാതെയാക്കും, ജീവഹാനി വരുത്തുന്നവർ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ ഭാവി, ഇതെല്ലാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടല്ലാതെ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. ശ്രദ്ധിക്കുക. 5. വല ഒളിപ്പിച്ചവർ. ഇല്ലേ, ഈ നായാട്ടുകാരൻ പക്ഷിയെ നായാടി പിടിക്കുന്നത് പോലെ, വലകൾ ഒളിപ്പിക്കുന്നത് പോലെ, മൃഗത്തിന് മുമ്പിൽ വലകൾ ഒഴിപ്പിക്കുന്നത് പോലെ. അടുത്തത് എന്താണെന്നറിയാമോ? പ്രാണന് വേണ്ടി കുഴി കുഴിച്ചവർ. നോക്കിക്കുക, ഒരു മനുഷ്യന് അവനെ വീഴ്ത്താൻ ഒരവസരം കണ്ടെത്താൻ, അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നോ നോക്കാൻ, പ്രതികരണം കാണാൻ, ഒരു വീഴ്ച കാണാൻ നോക്കിയിരിക്കുന്നവർ. എത്ര വ്യക്തമാണില്ലേ? അപ്പോൾ വല ഒളിപ്പിക്കുന്നവർ,
അടുത്തത് പ്രാണന് വേണ്ടി കുഴി കുഴിച്ചവർ. 8 കള്ളസാക്ഷികൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ വേളയിൽ തന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കള്ളസാക്ഷികൾ പലരും കർത്താവിനെതിരെ എഴുന്നേറ്റു എന്നാണ് നമ്മൾ വായിക്കുന്നത്, ഇല്ലേ? യേശുവിന് നേരെ അങ്ങനെ സംഭവിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാതെ ഇരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കള്ളസാക്ഷികൾ യേശുവിന് നേരെ എഴുന്നേറ്റു. അടുത്തത് 9ാമത്തേത് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. പ്രാണന് അനാഥത്വം വരുത്തുന്നവർ. പ്രാണന് അനാഥത്വം വരുത്തുന്നവർ. ഭയങ്കര വാക്കുകളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ വാക്കൊക്കെ വായിച്ചപ്പം ഒത്തിരി ദൈവസന്നിധി ഞാൻ ചിന്തിച്ച്, കർത്താവേ, ഭയങ്കരമല്ലേ ദൈവമേ, പ്രാണൻ അനാഥത്വം വരുത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക, ഇല്ലാതാക്കുക, എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുക. ദൈവത്തിന് സ്തോത്രം. കൂടെ നടന്ന ഈ ഇസ്കരിയോത്ത യൂദ അതേ സ്നേഹം കൊണ്ട് സ്നേഹചുംബനം കൊടുത്ത് ഒറ്റിക്കളഞ്ഞില്ലേ? പ്രാണന് അനാഥത്വം വരുത്തുന്നവർ. 10 വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ. ഒരു ദൈവപൈതൽ ആരുടെയും വീഴ്ച കാണാനിരിക്കരുത്. ആരെങ്കിലുമൊക്കെ വീഴുന്നെങ്കിൽ അവർ വീഴട്ടെ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കൊള്ളരുതായ്മ പ്രവർത്തിക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. നിശ്ചയമായിട്ടും ഉറപ്പാണ്. കൊള്ളരുതായ്മ പ്രവർത്തിക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അത് ദൈവ നീതിയുടെ ഭാഗമാണ്. അടുത്തത് 11ാമത്തെ ഭാഗം. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാർ. ജീവിതത്തിൽ ഒരു അടിയന്തര സംഭവം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അവരവിടെ കോമാളികളെ പോലെ നിൽക്കുന്ന വഷളന്മാരായ മനുഷ്യരെക്കുറിച്ച് ദൈവവചനം എഴുതിയിരിക്കുകയാണ്. എത്ര മനോഹരമായ വാക്കുകളാണ്! എന്തൊരു അനുഭവങ്ങളിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. അടുത്തത് 12 വെറുതെ ശത്രുക്കളായവർ. നമ്മൾ ഒരു ഉപദ്രവവും ചെയ്യാൻ പോയിട്ടില്ല, വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കാൻ പോയിട്ടില്ല. പക്ഷേ വെറുതെ ശത്രുക്കളാകുക, എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല, ഇല്ലേ? വ്യക്തമാകുന്നില്ല. എന്തിനാണ് പിന്നിൽ നടന്ന് ഉപദ്രവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്താണ് മനസ്സിൽ വെച്ച് കൊണ്ട് എന്നറിയത്തില്ല. ഞാൻ എന്താണ് അവരോട് ചെയ്തതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതാണ് വെറുതെ ശത്രുക്കളായവർ. അടുത്തത് 13ാമത്തേത് കാരണം കൂടാതെ പകയ്ക്കുന്നവർ. ഒരു കാരണവുമില്ല, പക്ഷെ പകയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ട് കേട്ടോ. അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് ഒരുത്തനെ ഇല്ലായ്മ ചെയ്യാനോ അവനെ താഴെയിടാനോ അവനെ മുറിപ്പെടുത്താനോ പദ്ധതികൾ രൂപപ്പെടുത്താനോ ഒന്നും അവർക്കൊരു പാടുമില്ല. അതിനൊക്കെ വിദഗ്ധരായ ആളുകളുണ്ട്. അവർക്കത് നാച്ചുറലി അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, തിമത്തിയോസിൻ്റെ ആ ഒടുവിലത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമാണ്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് ദോഷം ചെയ്തു. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. എൻ്റെ 1ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? റോമൻ കോടതിയിൽ ഒരു റോമൻ പൗരന് വാദിക്കാൻ പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, സാക്ഷികളുണ്ടാകണം, സഹായികളുണ്ടാകണം. കൂടെ നിൽക്കാൻ ഈ ദൈവമനുഷ്യൻ്റെ കൂടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എത്ര നാൾ ശുശ്രൂഷ ചെയ്തതാ, എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ, എത്ര പേരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നതാ. പക്ഷേ എന്തൊരു ദുരനുഭവമാണ്. കൂടെ നിന്നൊരാൾ പോലും കോടതിയിൽ തൻ്റെ കൂടെ വാദിക്കാനില്ലായിരുന്നു. താൻ പറയുകയാണ്, എന്താ കൂടെ നിൽക്കാത്തത്? ഞാൻ പറയട്ടെ, മനുഷ്യർ പലരും അവസരവാദികളാണ്. അവർക്കവരുടെ കാര്യം സാധിക്കണം. റോമൻ കോടതിയിൽ കൂടെ പോയി വാദിച്ചാൽ എന്തെങ്കിലും തരത്തിൽ ഈ വ്യക്തിക്ക് ശിക്ഷ കിട്ടിയാൽ, കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ സാക്ഷി നിൽക്കുന്നവരും പിടിക്കപ്പെടും. അവന് ശിക്ഷ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ആരും കൂടെ നിൽക്കാത്തത്. ഞാൻ പറയട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ സത്യം തനിച്ചാകാൻ സാധ്യതയുണ്ട്. സത്യം എല്ലായ്പ്പോഴും തനിച്ച് തന്നെയാണ്. ഇത് ജീവിതാനുഭവമാണ്, ഇല്ലേ? സത്യമാണ്. വേദപുസ്തകം മുഴുവനും ഈ കാര്യങ്ങൾ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്?
മനുഷ്യർ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ, അതെ, അപവാദങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുക. നിങ്ങൾക്കെതിരെ സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് നിങ്ങൾ ഉല്ലസിക്കുക. എന്താണ് കാരണം? നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരോടും അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അപ്പോൾ കാരണം കൂടാതെ പകയ്ക്കുന്നവർ, ഏറ്റവും ഒടുവിൽ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഇല്ലേ? അനർത്ഥം, ഒരുത്തൻ്റെ വീഴ്ച കാണുവാൻ, ഒരുത്തൻ്റെ പതനം കാണുവാൻ, ഒരുത്തൻ്റെ ഇല്ലായ്മ കാണുവാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നവർ. അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ദാവീദ് ചെയ്തത് എന്താണ്? സത്യത്തിൽ ഇതൊരു ഈ 35-ാം സങ്കീർത്തനം ഒരു പ്രവചന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണവും തൻ്റെ മരണത്തിന് മുൻപുള്ള ആ ഒരു വിസ്താര സമയത്ത് നിറവേറുന്ന പ്രവചന ഭാഗങ്ങളാണ്. കള്ളസാക്ഷികൾ എഴുന്നേറ്റു, കൂട്ടം കൂടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ അകത്ത്, ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് തികഞ്ഞ ദൈവാശ്രയം നമുക്ക് കാണാനായിട്ട് പറ്റും. തികഞ്ഞ ദൈവാശ്രയം. 9-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കുന്നു, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. പഴയ നിയമകാലത്ത് ഈ ഉപദ്രവിക്കുന്നവരെ ശപിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എതിരെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളുമൊക്കെ ഉപദ്രവിക്കപ്പെടുമ്പോൾ, ഞാനും നിങ്ങളുമൊക്കെ വേദനപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സത്യസന്ധമായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരാത്മീക മർമ്മം. എൻ്റെ ജീവിതത്തിലും ആത്മീക ശുശ്രൂഷ വേളകളിലും ദൈവം എന്നെ ഏറ്റവും ഉപയോഗിച്ചത്, ഏറ്റവും അധികം ഞാൻ ദൈവശബ്ദം കേട്ടത് ഇത്തരത്തിലുള്ള കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ പോയപ്പോഴാണ്. അന്നേരം ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നു, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നമുക്കത് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പലരും നമുക്ക് എതിരാകും. ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും പറയുന്നത് ശരിയാണെന്നും എല്ലാവരും ചെയ്യുന്നതിന് കൂട്ടുപിടിക്കാനും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്നുകൊടുത്താൽ നമുക്കൊരു കുഴപ്പമില്ല. എല്ലാവരും പറയുന്ന നല്ലതാണ്. പക്ഷേ വചനത്തിൻ്റെ ഒരു സത്യമുണ്ട്. ഈ സത്യം വിട്ട് ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ അതേ നമ്മൾ അകലം പാലിച്ച് നമ്മൾ വചനത്തിന് വേണ്ടി നിന്നാൽ പല പിണക്കവും ഉണ്ടാകും, പല വേദനകളും ഉണ്ടാകും, പല ദുരനുഭവങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കാലങ്ങളിൽ സത്യത്തെ ദൈവം പ്രൂവ് ചെയ്യും. കാലങ്ങളിൽ സത്യത്തെ ദൈവം പ്രൂവ് ചെയ്യും. ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് അതേ നമ്മൾ അവഗണിക്കപ്പെടുന്ന മേഖലകളിൽ നാളെ ദൈവം നമ്മളെ ഉയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ആരോടും പിണക്കം പാടില്ല, പക വേണ്ട, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാൽവറി ക്രൂശിൽ പോലും യേശു പറഞ്ഞത് എന്താണ്? പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികൊണ്ട് അവരോട് ക്ഷമിക്കണമേ. അടുത്തത് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ എന്താണ്? കർത്താവ് അവർക്ക് കണക്കിടാതെ ഇരിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ചെയ്യുന്നവരൊക്കെ ചെയ്യട്ടെ, അവർ നന്നായി ചെയ്യട്ടെ, നന്നായി അവർ പ്രവർത്തിക്കട്ടെ, അതിനെയൊക്കെ അവസരങ്ങളാക്കി മാറ്റുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്, സത്യസന്ധത നഷ്ടപ്പെടുത്തരുത്, ദൈവിക നീതിക്ക് വിരോധമായി ഒരു കാര്യവും ചെയ്യരുത്. ദൈവം മുമ്പാകെ ദൈവവചനത്തോടും ദൈവത്തോടും വിശ്വസ്തരായിരിക്കുക. സാമ്പത്തിക, കുടുംബ, ആത്മീക ജീവിതങ്ങളിൽ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ തുടരുക. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഗോലിയാത്തിൻ്റെ വാൾ കൊണ്ട് തന്നെയാണ് ഗോലിയാത്ത് കൊല്ലപ്പെട്ടത്. ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ ഹാമാൻ അതേ കയറി. ഇസ്രായേലിനെ പിന്തുടർന്നവൻ ചെങ്കടലിൽ തീർന്നെങ്കിൽ കൊള്ളരുതായ്മയും വേണ്ടാധീനവും ഒക്കെ പ്രവർത്തിക്കുന്നവൻ അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, അവൻ അത് തുടരുകയാണെങ്കിൽ അവൻ്റെ എന്താ പറയുന്നത്, പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്നത് പോലെ ആ കുഴിക്കകത്ത് അവർ തന്നെ വീഴും. എന്തു ചെയ്യാനാണ്? ചിലർ അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഉറപ്പ് പറയാം. നമ്മൾ ഈ പ്രാർത്ഥിക്കുമല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പം
എന്താ പറയുന്നത്, ഉണ്ടാകുന്ന ചില ദുരനുഭവങ്ങളും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ കുവൈറ്റിലേക്ക് ഞാൻ പോയപ്പോൾ ഒത്തിരി പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് പോലും പോകാതെ വീടുകളിൽ ഇരിക്കുന്നവരെ ഞാൻ കണ്ടു. അവർക്കുണ്ടായ ദുരനുഭവങ്ങളാണ്, അവർക്കുണ്ടായ വേദനകളാണ്. അങ്ങനെ ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുവാൻ ആ സമയത്ത് കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാനൊരു കാര്യം പറയാം. ദാവീദ് പറഞ്ഞ ആ വാക്കുകൾ എന്താണെന്നറിയാമോ? എൻ്റെ പ്രാർത്ഥന എൻ്റെ മാറിടത്തിലേക്ക് മടങ്ങി വന്നു. 35-13 വാക്യമാണ്. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. ഞാനും നിങ്ങളും ഉപവസിക്കുകയും ഒരു ആർക്കെങ്കിലും വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. അവർ ക്രമം കെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം എന്താ പറയുന്നത്, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക വ്യവസ്ഥയിലല്ല അവർ ജീവിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മാർവിടത്തിലേക്ക് അത് മടങ്ങി വരും. അതായത് നമ്മൾ പറയുന്നില്ലേ, പലർക്കു വേണ്ടി പ്രാർത്ഥിച്ചു, പലർക്കു വേണ്ടി നമ്മൾ ഉപവസിച്ചു, അവരിങ്ങനെയൊക്കെ ചെയ്തെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, അത് അവരുടെ ജീവിതത്തിൽ ഗുണമായില്ലെങ്കിൽ ദൈവം പ്രാർത്ഥിക്കുന്നവനത് ഗുണമാക്കി തീർക്കും. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഗുണമായി തീരും. അതുകൊണ്ട് ദൈവം ഇത് നന്മയ്ക്കായിട്ട് കണക്കിടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദനകളെല്ലാം മാറ്റാം, മുറിവുകളെല്ലാം പരിശുദ്ധാത്മാവ് കരിക്കട്ടെ, സ്ഥിരതയോടെയുള്ള ഒരാത്മീക ജീവിതം നയിക്കാം. ഒറ്റയ്ക്ക് നിന്നാലും പൗലോസ് പറയുകയാണ്, ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ. ദൈവം, കർത്താവ് എന്നോട് കൂടെ നിന്നു. ദൈവം നമ്മുടെ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെയും അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹവും പ്രചോദനവുമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരാൻ സമയമായി. പ്രത്യാശയോടെ നമുക്ക് ആമേൻ നമ്മുടെ ആത്മമണവാളനായ കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.